ആലോചനയില്ലാത്തൊരു പ്രവൃത്തി മതി നിന്റെ ചുറ്റും നിൽക്കുന്ന ഒരുപിടി നല്ല മനുഷ്യരെ തകർത്തെറിയാൻ. നിന്റെ അനുവാദമില്ലാതെ നിന്റെ ഒരു വിരൽത്തുമ്പിൽ പോലും സ്പർശിക്കാത്തവനാ ഗൂഗിൾ. നിന്നെയും നിന്റെ കുഞ്ഞിനെ സംരക്ഷിച്ച ആ നന്മ കണ്ടില്ല നടിക്കാൻ നിനക്ക് പറ്റുമോ? മോളെയും കൂട്ടി ഒരു നിമിഷം കൊണ്ട് നീ എല്ലാം ഇട്ടെറിഞ്ഞിട്ട് പോയാ ഈ കുടുംബത്തിന്റെ സന്തോഷം നീ കാരണം ഇല്ലാതായ. ഓർമ്മയില്ലാത്ത കാലം മുഴുവൻ നിനക്കും കുഞ്ഞിനും അഭയം തന്നതിന് അതാണോ നീ കൊടുക്കേണ്ട പ്രതിഫലം? ഞാൻ എന്ത് ചെയ്യേണ്ട ഈശ്വര? എന്തൊക്കെ സംഭവിച്ചാലും എന്റെ സച്ചിന്റെ അടുത്തേക്ക് മടങ്ങി പോവാതിരിക്കാൻ എനിക്ക് പറ്റില്ല. ആ മനസ്സ് വിങ്ങുന്നതും ഞാൻ അറിയുന്നുണ്ട്. ആ വേദന ഞാൻ കണ്ടതാ. കടന്നുപോയത് വർഷങ്ങളാ. കുറച്ച് സമയം കൂടി നീ സഹിച്ചേ പറ്റൂ. സച്ചേട്ടന്റെ സങ്കടം മാറ്റേണ്ടതും ഈ കുടുംബത്തിന്റെ സന്തോഷങ്ങൾ തകരാതെ നോക്കേണ്ടതും നീയാണ്. രണ്ടും നിന്റെ കടമയാണ്. മറ്റെല്ലാം മറന്ന് സച്ചേട്ടനോടൊപ്പം പോയാലും വീണ്ടും നിങ്ങൾ അവന്തികയെ ഭയന്ന് തന്നെ ജീവിക്കണ്ടേ? അവന്തികയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവണം. അതിന് സമൃദ്ധിയായി ഈ വേഷം നീ കുറച്ചു നാളും കൂടി തുടർന്നേ പറ്റൂ. താലിമല വീണത് ദേവിയുടെ പാദങ്ങളില. ഇതിൽ കൂടുതൽ പുണ്യം വേറെന്ത് വേണം? ദീർഘമാംഗല്യം തന്നെയാ ദേവി അനുഗ്രഹിച്ച് തന്നിരിക്കുന്നത്. ഈ താലിച്ചരട്ടിന്റെ ബന്ധം ജന്മങ്ങൾ നീളും. സമൃദ്ധ, സമൃദ്ധ, ഡോ താൻ ഓക്കെ അല്ലേ? എടോ